കരുതലാണ് ഈ മാധ്യമങ്ങൾക്ക് KSUവിനോട്. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയ വാർത്തയിൽ എവിടെയും കെ എന്ന് പോലും വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോരമയിൽ KSU പ്രവർത്തകനെന്ന ഒരു വാക്കേ വന്നിട്ടില്ല. മാതൃഭൂമിയിലാണെങ്കിൽ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് KSUവിനെതിരെ ആരോപണം വന്നത് രാഷ്ട്രീയപരമായ വിവാദം മാത്രമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാതൃസ്നേഹം പോലും തോറ്റുപോകുന്ന മാതൃഭൂമി. KSU നേതാക്കളായ 2 പേർക്ക് അനുവദിച്ചിരുന്ന മുറിയിൽ നിന്നാണ് 1.9 കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത്. ഇത് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന് വ്യക്തമാണ്. എന്നിട്ടും ആ മുറിയിൽ താമസിച്ചിരുന്ന KSU നേതാവിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല മലയാളം മാധ്യമങ്ങൾ. കുറഞ്ഞ അളവിലുള്ള കഞ്ചാവ് മറ്റൊരു മുറിയിൽ നിന്ന് കണ്ടെടുത്തതിന്റെ ഉത്തരവാദിത്തം പോലും മാധ്യമങ്ങൾ SFI നേതാവിന് മുകളിൽ കെട്ടിവെച്ചു. പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്ത മുറിയിലുണ്ടായിരുന്ന 3 KSUക്കാരിൽ 2 പേർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. KSU നേതാവും പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായ വിദ്യാർത്ഥി ഉൾപ്പെടെയാണ് രക്ഷപ്പെട്ടത്. KSU പ്രവർത്തകൻ M ആകാശിനെ റിമാൻഡ് ചെയ്തിട്ടും മാധ്യമങ്ങൾക്ക് അത് വാർത്തയേ ആകുന്നില്ല. ജാമ്യത്തിൽ വിട്ടയച്ച R അഭിരാജിന്റെ പേര് SFIയുമായി ബന്ധപ്പെടുത്തി സംഘടനയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള മാധ്യമങ്ങളുടെ പതിവ് തന്ത്രം പയറ്റി. എന്നാൽ വൈകിട്ടോടെ FIR സഹിതം കൂടുതൽ വിവരം പുറത്തായതോടെ മാധ്യമ നുണക്കോട്ട പൊളിയുകയായിരുന്നു. കഞ്ചാവ് പിടികൂടാനായി പോലീസിന് പിന്തുണയുമായി എത്തിയത് SFIക്കാരാണെന്ന സത്യവും മാധ്യമങ്ങൾ മൂടിവെച്ചു. രാത്രി 9-നാണ് റെയ്ഡ് തുടങ്ങിയത്. 10-ഓടെ യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ എത്തി. പുലർച്ചെ 4-ന് റെയ്ഡ് കഴിയുന്നതുവരെ ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായി പ്രവർത്തകരുണ്ടായി. SFI പ്രവർത്തകനെ പിടികൂടിയെന്ന വാർത്ത പറഞ്ഞതോടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങളിൽ വൻ ഷോ ഓഫ് ആയിരുന്നു. എന്നാൽ KSU നേതാക്കൾ കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ അലോഷ്യസ് നൈസായിട്ട് സ്കൂട്ടായി. ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചതിൽ ശനിയാഴ്ച പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖും KSU തന്നെ. ചില്ലറക്കാരനല്ല. KSUവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഈ ഷാലിഖ്. ഇതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നിട്ടും എത്ര മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു? ഉള്ളത് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് KSU പ്രവർത്തകരോടുള്ള കരുതലും സ്നേഹവും കോൺഗ്രസിനോ എന്തിനധികം KSU നേതാക്കൾക്ക് പോലുമില്ല.